ചൂരൽമല മുണ്ടക്കൈ ജനങ്ങളുടെ മനസ്സ് നിറഞ്ഞ അനുഭവമായിരുന്നു വിജയന്റെയും കുടുംബത്തിന്റെയും പാലുകാച്ചൽ ചടങ്ങ്. ഞായറാഴ്ച നടന്ന ചടങ്ങ് അവരുടെ കൂടിച്ചേരലിന്റെ വേദി കൂടിയായി മാറി. ചൂരൽമലയിൽ നിന്നും എത്തിയ ദുരന്തബാധിതരായ ആളുകൾ ഉണ്ട്. അവരുടെ ഏറ്റവും സന്തോഷകരമായ ഒരു സുദിനം കൂടിയാണ് ഇന്ന്. എല്ലാ ദുഃഖങ്ങളും മറന്ന് അവർ വിജയേട്ടൻ്റെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. മുനേട്ട എന്ത് പറയുന്നു? ഈ സമയത്തെ ഒരു സന്തോഷം എങ്ങനെ പങ്കുവയ്ക്കും? ഞങ്ങൾ 2024 ജൂലൈ 30 ഉരുൾപൊട്ടിയതിന് ശേഷം വീട് എന്നൊരു സ്വപ്നം മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്ന ആളുകളായിരുന്നു. അന്നൊക്കെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ഏത് തരത്തിലുള്ള വീടാണ് ഞങ്ങൾക്ക് കിട്ടുക? സാധാരണഗതിയിൽ ഏത് സർക്കാരാണെങ്കിലും ഈ ചെറിയ ചെറിയ വീടുകളാണ് കൊടുത്തിട്ട് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തരം ഒരു വീട് കിട്ടുന്നുള്ളത് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. അതിൽ ആ സന്തോഷം ഞങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ നിമിഷം ഞങ്ങളൊരാൾ, എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ ഇന്ന് ഇവിടെ പാല് കാച്ചുകയാണ്. നാട്ടുകാരായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പ്രദേശത്തെ മുഴുവൻ ആളുകൾ ഇവിടെ വന്ന് പുള്ളിക്ക് ആശംസ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളും ആശംസ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. വരും ദിവസങ്ങളിൽ ഞങ്ങളും ഇതുപോലെ പാല് കാച്ചലുണ്ടാവും. നിങ്ങളൊക്കെ വരണം, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, എന്താണ് ഒരു എന്താ പറയുക നാട്ടുകാരൻ്റെ ഒരു ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമായ ഒരു ദിവസമാണ്. കാരണം ഉരുൾപൊട്ടിയതിന് ശേഷം ഈ എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച ആളുകളായിരുന്നു എല്ലാവരും. പക്ഷേ ഇന്ന് നല്ലതായ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അതിനപ്പുറം ഗുണകരമായ ഒരു വീട്ടിലാണ് ഇന്ന് പാലുകാച്ചൽ കർമ്മത്തിന് വന്നിട്ടുള്ളത്. ഇന്ന് മുതൽ ഇവിടെ ഫസ്റ്റത്തെ വീട്, ഈ ഏരിയയിലെ ഫസ്റ്റത്തെ വീട് പ്രതിവാസത്തിലെ ഫസ്റ്റത്തെ വീടിൽ ഉദ്ഘാടനത്തിനാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. അതിൻ്റെതായ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇന്നുള്ളത്. വളരെ സന്തോഷമുണ്ട്. പിരിഞ്ഞുപോയ എല്ലാവരും കൂട്ടം കൂടി താമസിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. വിജയൻ്റെ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തതിലും വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ വീടാണ് തുടങ്ങിയത്. ഇനി ഞങ്ങളെല്ലാവരും അടുത്ത ആഴ്ചയിലൂടെ താമസം തുടങ്ങും. വളരെ സന്തോഷമുണ്ട്. കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല വീടാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ വിജയേട്ടനാണ് ഇപ്പോൾ ആദ്യമായിട്ട് കൂടിയിട്ടുള്ളത് ചൂരൽമലയിൽ നിന്ന്. അതിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വിജയേട്ടൻ അവിടെയുള്ള ആൾക്കാരെല്ലാവരും വിളിച്ചു, ഈ അയൽവാസികളെ വിളിച്ചു. വിജയേട്ടനെ അഭിനന്ദിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു, രാജമിനിസ്റ്റർ വിളിച്ചു. എല്ലാ അഭിനന്ദനങ്ങളും നൽകി. അപ്പോൾ എല്ലാ അഭിനന്ദനങ്ങളും വിജയേട്ടന് നേരുന്നു. അല്ല, ഇന്ന് വരെ, നാളെ മാറും. ഇന്ന് വരെ കാവൽ മുഖ്യമന്ത്രിയാണ്, നാളെ മാറും. എന്നാലും ആ മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ടാണ് ഈ ടൗൺഷിപ്പ് ഇങ്ങനെ ആകാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത്. അതിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് നന്ദി. കൂടുന്നുണ്ട്. എന്തായാലും ഈ ആഴ്ച ഉണ്ടാവും, പെരുന്നാളിൻ്റെ മുന്നായിട്ടുണ്ടാവും. കുറച്ച് പണികളുണ്ട്, അപ്പോൾ എല്ലാവരും ക്ഷണിക്കുകയാണ് വീട്ടിൽ കൊണ്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. വീടൊക്കെ സൂപ്പറായിട്ടുണ്ട്. വീടൊക്കെ സൂപ്പർ തന്നെ അല്ലേ? ഇതൊക്കെ കണ്ടില്ലേ? പിന്നെന്താണ്, അത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. എന്താ ഞങ്ങള് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളിപ്പോൾ ഒന്ന് കഴിച്ച് താമസിച്ചത് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ വരും. ഞങ്ങളുടെ മുണ്ടക്കൈ ചൂരൽമല എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിച്ച് ഇവിടെ സന്തോഷത്തോടെ ഇരിക്കും. അതിനൊക്കെ ഞങ്ങൾ കുറേ പേരോട് നന്ദി പറയണം. ഒന്ന് ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബനാഥൻ എന്ന് പറയാവുന്ന മിനിസ്റ്റർ, രാജമിനിസ്റ്റർ, ഞങ്ങൾ ഓരോ കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം. എന്ത് പ്രശ്നം ഞങ്ങൾ ഇവിടുന്ന് പറയുമ്പോഴത്തേനും അദ്ദേഹം ഓടി വന്ന് അത് പരിഹരിച്ച് ഒരു കുടുംബനാഥനെ പോലെ ഓടിപ്പോയി നടന്ന ഒരാളാണ് മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തോട് ആദ്യം നന്ദി. അതുപോലെ തന്നെ ഞങ്ങളെ ഇത്രയും 2 കൊല്ലം തീറ്റിപ്പോയിട്ടൊരു ഭരണകൂടത്തിൻ്റെ തലവനാണ് പിണറായി വിജയൻ സാറ്, സഖാവ്. അദ്ദേഹത്തോട് എങ്ങനെ നന്ദി പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവമാണ്. കാരണം ഇത്രയും കൊല്ലം ഒരു മുടക്കുമല്ല, ചില ദിവസം മാസങ്ങളിൽ മാത്രം 1-2 ദിവസം മുടങ്ങിയെന്നല്ലാതെ 25,000 റുപ്യ മാസം കൃത്യമായിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചെന്ന പിണറായി സാറിനും പിന്നെ അതുപോലെ തന്നെ രാജമിനിസ്റ്റർ, ഞങ്ങളുടെ കുടുംബനാഥനായ രാജമിനിസ്റ്റർ ആദ്യം നന്ദി പറയുകയാണ്. ഇപ്പോൾ ഇത്രയും സൗകര്യം ഒരു ഗവൺമെൻറ് ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ വീട് ഒറ്റ എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്ത് അദ്ദേഹത്തോട് സർക്കാരിനോട് നന്ദി പറയുകയാണ്. ഞാൻ ആ വെള്ളരിമല വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ എനിക്കും വളരെയേറെ സന്തോഷമുണ്ട്. വിജയേട്ടൻ്റെ ഫസ്റ്റ് എന്താ പറയുക, തുരങ്കപാതയിൽ പെട്ടിട്ടുള്ളതിൽ ഫസ്റ്റ് വീട്ടുകൂടലാണ് ഇത് നടന്നിട്ടുള്ളത്. എല്ലാവിധ സന്തോഷവും ഉണ്ട്. വളരെ സന്തോഷം. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് നമ്മുടെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു ദുരന്തബാധിതനെ ഇവിടുന്ന് മാറ്റി നിർത്തല്ല, ചേർത്ത് പിടിച്ച് കൽപ്പറ്റയുടെ പ്രധാന സ്ഥലത്ത് തന്നെ അവർക്ക് നല്ലൊരു ഭവനം ഒരുക്കിയ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇച്ഛാശക്തിക്ക് നല്ലൊരു കയ്യടി തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ വീട് വന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം. ഇന്ന് വിജയേട്ടൻ്റെ ആദ്യത്തെ ടൗൺഷിപ്പിൽ ആദ്യത്തെ വീടിൻ്റെ പാലുകാച്ചലാണ്. വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്കെല്ലാം. അല്ല, അത് നോക്കണ്ട, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, അത് നമ്മുടെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ നമ്മുടെ
സാഹചര്യം. ജനാധിപത്യം എന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് അവസാനിക്കുന്നതല്ല, തിരിച്ചു വരും. അതോടൊപ്പം എന്താ പറയുന്നത്? വളരെ സന്തോഷം. ഞാൻ ചൂരൽമലയിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ വിജയേട്ടൻ എന്നെ ഇന്നലെ രാത്രി വിളിച്ചു, വീട്ടുകൂടലിന് വരണം, പാല് കാച്ചലാണ്, അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ തന്നെ വന്നതാണ്. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ആളുകൾ മാത്രമേ ചൂരൽമലയിലുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ ഇവിടെ ഈ ടൗൺഷിപ്പിലാണ് വരുന്നത്. ഈ ടൗൺഷിപ്പ് ഇത്ര ഭംഗിയായിട്ട് നമ്മുടെ ഈ മുൻ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം ചൂരൽമലയിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ റോഡുകളൊക്കെ ഒന്ന് പരിഹരിച്ച് തരണം. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം കൂടി ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് ദുരന്ത ബാധിതർ, സ്നേഹം ഒരുപാടുള്ളവരാണ് എന്നുള്ളതിൻ്റെ തെളിവാണിത്. അവർ ഇപ്പോഴും ആ ഇടതുപക്ഷ സർക്കാരിനെ ഓർക്കുകയാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെയും അതുപോലെ തന്നെ രാജൻ മിനിസ്റ്ററെയും ഒക്കെ അവർ ചേർത്ത് പിടിച്ച് നിർത്തുന്നുണ്ട് ഇപ്പോഴും. എന്തായാലും പുതിയ വീട്ടിലേക്കുള്ള പ്രവേശനം അത് വളരെ ലളിതമായ ചടങ്ങാണെങ്കിലും ഇവർക്കെല്ലാം സന്തോഷം നൽകുന്ന ഒരു ചടങ്ങായിരുന്നു. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയേട്ടനെ വിളിച്ചു എന്നുള്ളത് തന്നെ ഏറെ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. വിജയേട്ടൻ്റെ വീട്ടിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.